പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകം ഒരു വല്ലാത്ത അവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുക. കോവിഡ് എന്ന ഒരു മഹാമാരി ലോകം മുഴുവൻ പടർന്നു പിടിക്കുമ്പോൾ ജീവനെ നിലനിർത്താൻ എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ വിഷമിച്ച് പേടിച്ചോടുന്ന മനുഷ്യൻ, പ്രതിവിധികൾ കണ്ടുപിടിക്കാൻ പറ്റാതെ മനുഷ്യ സംസർഗം ഒഴിവാക്കി പരസ്പരം അവരവരുടെ കൂടാരത്തിൽ ജീവനെ രക്ഷിക്കാൻ ഒരുങ്ങുന്ന മനുഷ്യ സമൂഹം. സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് കടന്നു പോകുന്ന സാഹചര്യത്തിലൂടെ സങ്കീർത്തകൻ കടന്നുപോയിട്ടുണ്ട് എന്ന സങ്കീർത്തനം പറയുന്നു. സങ്കീർത്തനം എഴുതിയ സങ്കീർത്തകൻ സാവൂള് തന്നെ കൊല്ലാൻ ഓടിക്കുമ്പോൾ പ്രാണരക്ഷാർത്ഥം ഓടി പോയി ഒരു ഗുഹയിൽ കയറി പാത്തിരിക്കുന്നു. അവിടെ ഇരുന്നു കൊണ്ട് അദ്ദേഹം എഴുതിയ സങ്കീർത്തനമാണ് 57-ാം സങ്കീർത്തനം. മനുഷ്യനും ഇന്ന് അതുപോലെ തന്നെ ഒരൊറ്റപ്പെട്ടു പോയിരിക്കുന്ന സങ്കീർത്തകൻ ഗുഹയിലാണ് ഇരുന്നതെങ്കിൽ മനുഷ്യർ ഇന്ന് വീടുകളിൽ പുറത്തിറങ്ങി മറ്റൊരാളോട് ഇടപെടാൻ പറ്റാത്ത തരത്തില് ഇതാ ബന്ധനത്തിലായിരിക്കുന്നു. സങ്കീർത്തകൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. സഹോദരങ്ങളെ, നമുക്കും അങ്ങനെ തന്നെ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കാം. ആ സങ്കീർത്തനം തുടങ്ങുന്ന 1-ാം തിരുവചനം, ഒരു തിരുവചനം വായിക്കുമ്പോൾ കൃത്യമായി അതിനർത്ഥം നമുക്ക് മനസ്സിലാകും. അതിങ്ങനെയാണ്: എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ, എന്നോട് കൃപ തോന്നണമേ, അങ്ങയിലാണ് ഞാൻ അഭയം തേടുന്നത്. വിനാശത്തിന്റെ കൊടുങ്കാറ്റ് കടന്നു പോകുവോളം ഞാൻ അങ്ങയുടെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കും. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ. സങ്കീർത്തകൻ പറയുക, എന്നെ ഇവിടെ രക്ഷിക്കാൻ ആരുമില്ല, ദൈവമല്ലാതെ മറ്റാരുമില്ല. ആ ബോധത്തോടെ പറയുകയാണ്, എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരാൻ കഴിയുന്ന ദൈവമേ, നീ എന്നെ രക്ഷിക്കണമേ. സങ്കീർത്തകൻ ആദ്യം ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടിയാ, കൃപയ്ക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കുക. എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ, എന്നോട് കൃപ തോന്നണമേ, അങ്ങയിലാണ് ഞാൻ അഭയം തേടുന്നത്. ദൈവത്തിൽ അഭയം തേടുമ്പോൾ സങ്കീർത്തകൻ ഒരു കാര്യം കൂടെ അറിയാം: ഈ വിനാശത്തിന്റെ കൊടുങ്കാറ്റ് കടന്നു പോകും, അതിന് കുറച്ച് സമയമെടുക്കുമെന്ന് മനസ്സിലാക്കി സങ്കീർത്തകൻ പറയാണ്, വിനാശത്തിന്റെ കൊടുങ്കാറ്റ് കടന്നു പോകുവോളം ഞാൻ അങ്ങയുടെ ചിറകിൻ കീഴിൽ അഭയം പ്രാപിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കും അഭയം പ്രാപിക്കാൻ ദൈവത്തിന്റെ ചിറകിൻ കീഴല്ലാതെ, ദൈവത്തിന്റെ സംരക്ഷണമല്ലാതെ, ദൈവത്തിന്റെ സ്നേഹ സാന്നിധ്യമല്ലാതെ ഈ ലോകത്ത് മറ്റൊന്നുമില്ല. നമ്മള് ഭാരപ്പെട്ട് ഓടി നടന്ന് ആകുലപ്പെട്ട് ദ്രവിച്ചു പോകുന്ന ഒരു മനുഷ്യനാകാതെ, പുതിയ വേദന വരുമ്പോഴും നമുക്ക് പറയാൻ സാധിക്കണം, ഇതും എൻ്റെ കർത്താവ് അറിയുന്നു, അവൻ ഇതെന്റെ നന്മയ്ക്കാക്കി തീർക്കുമെന്ന് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു പ്രത്യാശയിൽ ഞാനും നിങ്ങളും നിറയണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഒരുപാട് രോഗികളെ കാണാൻ പോകുന്ന, എന്നെ കൊണ്ട് കഴിയുന്നിടത്തോളം ഞാൻ രോഗികളെ കാണാൻ പോകും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്കറിയാം ഒരു രോഗിയുടെ വേദന, അവൻ്റെ ഒറ്റപ്പെടലിൻ്റെ വേദന എത്ര ഭീകരമാണെന്ന് എനിക്കറിയാം. ഞാൻ പുഷ്പഗിരി ആശുപത്രിയിൽ ഏതാണ്ട് 60 ദിവസത്തോളം 58 ദിവസത്തോളം കിടന്നു. ആ കിടന്ന് ഒരുപാട് വേദനയോട് 2 വലിയ വ്രണങ്ങളുമായിട്ടാണ് അവിടെ കിടക്കുന്നത്. എന്നാലും അത് ഡ്രസ്സ് ചെയ്ത് ചില സമയത്ത് കുറെ വേദനയും വിഷമം ഉണ്ടാകും. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ നോർമലാണ്. ഞാൻ വാർഡിലാണ് കിടക്കുന്നത്. വാർഡിൽ കിടക്കുമ്പോൾ ഒരു 10-20ഓളം ബെഡുള്ള വലിയൊരു വാർഡാണ്. ആ വാർഡിൽ അങ്ങനെ കിടക്കുമ്പോൾ എനിക്ക് വലിയ വേദന ഇല്ലെങ്കിൽ ഞാൻ അവിടെ ഇരുന്നു കൊണ്ട് പാട്ട് പാടുകയും അത്യാവശ്യം മറ്റുള്ളവരോട് സംസാരിക്കുകയും സ്നേഹ സംഭാഷണങ്ങളൊക്കെ നടത്തും. അവരുടെ ജീവിതത്തിന്റെ വേദനകളും വിഷമങ്ങളും ഒക്കെ ഒന്ന് കേൾക്കാൻ ഇഷ്ടപ്പെടും. എന്നിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അവരോട് ഞാൻ ഇങ്ങനെ പ്രത്യാശയോട് പറഞ്ഞു കൊടുക്കും: ധൈര്യമായിരിക്കുക, കർത്താവ് ഈ രോഗത്തിൽ നിന്ന് നിങ്ങളെ വിടുവിക്കും, ഇതിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരുപാട് മനുഷ്യരെ ബലപ്പെടുത്താൻ ദൈവം എന്നെ അനുവദിച്ചു. ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം വൈകുന്നേരം ഞാൻ കിടക്കുന്ന ആ വാർഡിന്റെ മറ്റേ എൻഡിൽ, ഞാൻ കിടക്കുന്നത് ഒരു അറ്റത്താണ്, മറ്റേ എൻഡിൽ തെക്കേ അറ്റത്ത് ഒരു പുതിയ രോഗി വന്നു. ആ രോഗിയുടെ കെട്ടിലിന് ചുറ്റും കുറെ ആൾക്കാർ വന്നിട്ടുണ്ട്. ഷുഗർ കൂടിയിട്ട് കാലിൽ പഴുപ്പ് കയറി കാലിന്റെ ഒരറ്റം പോലെ ജീവൻ നഷ്ടപ്പെടുന്നു. ആ കാല് മുറിച്ചു കളയണമെന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞു. മറ്റു 2 ആശുപത്രികളിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോഴെല്ലാം അവർ പറഞ്ഞു കാല് മുറിക്കേണ്ടി വരും. ഇല്ല, ഞാൻ കാല് മുറിക്കില്ല എന്ന് പറഞ്ഞ് ബലം പിടിച്ചുകൊണ്ട് അദ്ദേഹം പുഷ്പഗിരി ആശുപത്രിയിൽ വന്നിരിക്കുക. പുഷ്പഗിരി ആശുപത്രിയിൽ വന്ന് കിടന്നു. അവിടുത്തെ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങളുടെ കാല് മുറിക്കണം, അല്ലെങ്കിൽ ഇത് അപകടമാണ്, ജീവൻ അപകടം ഉണ്ടാകും.
എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ടു കാലം നടക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കാല് മുറിച്ച് കളയുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഭാവനയിലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. പക്ഷെ ഇവിടെ കാല് മുറിച്ചില്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടും. അതുപോലെ പഴുപ്പ് കയറിയിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, എന്റെ കാല് മുറിച്ച ഞാൻ ആത്മഹത്യ ചെയ്യും. അഭീഷണി മുഴക്കുക. ഡോക്ടറെ ചീത്ത പറഞ്ഞു വിട്ടു. ജീവിത പങ്കാളിയോട് വഴക്കുണ്ടാക്കി. 2 ആൺമക്കളുണ്ട്, അവരെയും പറഞ്ഞ് ദേഷ്യപ്പെട്ടു. അവർക്ക് എല്ലാവരും നിസ്സഹായരായി നോക്കി നിൽക്കുകയാണ്. നഴ്സുമാരെ പോലും അടുത്ത് വരാൻ സമ്മതിക്കുന്നില്ല. അത്ര ഒരു വല്ലാത്ത മാനസികമായ വേദനയിലായിരിക്കുന്ന ആ പ്രിയപ്പെട്ട ചേട്ടൻ. അപ്പൊ ഞാന് അവിടുത്തെ തിരക്കെല്ലാം കഴിഞ്ഞു. കുറെ സമയം കൊണ്ട് അവിടുത്തെ കട്ടിലിന്റെ ചുറ്റുമുള്ള ആളെല്ലാം പിരിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ സമയത്ത് ഞാൻ പയ്യെ എൻ്റെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് വീൽ ചെയർ വലിച്ചു വെച്ചു. എൻ്റെ അമ്മയാണ് അന്ന് എൻ്റെ കൂടെ നിൽക്കുന്നത്. ഞാൻ പയ്യെ വീൽ ചെയറെ കയറി. ഞാൻ വീൽ ചെയർ ഉരുട്ടി എൻ്റെ വാർഡിൻ്റെ അങ്ങേ അറ്റത്ത് കിടക്കുന്ന ഈ ചേട്ടൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ ചിരിച്ചോണ്ട് ചോദിച്ചു, ചേട്ടാ എന്താ പറ്റിയേ? ചേട്ടാ എന്താ പറ്റിയേ? അപ്പൊ അദ്ദേഹം എന്നെ സൂക്ഷിച്ചു നോക്കി. ഒരു പരിചയമില്ലാത്ത ഒരാൾ വീൽ ചെയർ വന്നിട്ട് എന്താ പറ്റിയത്? അദ്ദേഹം സങ്കടത്തോടെ പറഞ്ഞു, എനിക്ക് ഷുഗർ കൂടുതലാ, കാലിൽ ഒരു മുറിവുണ്ടായി, പഴുപ്പ് കയറി, കാല് മുറിക്കണമെന്ന് അവർ പറയുന്നത്. എന്തായാലും ഞാൻ സമ്മതിക്കില്ല. അദ്ദേഹം അങ്ങനെ തന്നെ എന്നോടും പറഞ്ഞു. നമുക്ക് നിസ്സഹായതയോടെ കേട്ടു നിൽക്കാനേ പറ്റത്തുള്ളൂ. ഞാനിങ്ങനെ ചിന്തിച്ചു, എൻ്റെ ദൈവമേ, ഈ മനുഷ്യനെ ഒരു ആശ്വാസ വാക്ക് പറഞ്ഞാൽ എന്ത് പറഞ്ഞാലാണ് ഈ മനുഷ്യന് മനസ്സിലാകുക? വിഷമത്തോടെ ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ഇരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ആരൊക്കെ ഉണ്ട് കൂടെ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഭാര്യയുണ്ട്, മക്കളെ 2 വന്നിട്ടുണ്ട്. ഏതായാലും ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ സംസാരിച്ചു. അല്പനേരം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ചേട്ടന്റെ കാല് മുറിക്കണ്ട കേട്ടോ. കാല് മുറിക്കത്തില്ലെന്ന് പറഞ്ഞിരുന്ന മനുഷ്യനോട് ഞാൻ കാല് മുറിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം എന്നെ സൂക്ഷിച്ചു നോക്കാൻ തുടങ്ങി. എടാ, ഡോക്ടർ കാല് മുറിക്കണമെന്ന് പറഞ്ഞു. ഇപ്പൊ ഇതാ ഒരു സഹോദരൻ വീൽ ചെയറെ വന്നു കാല് മുറിക്കണ്ടെന്ന്. ഇയാൾ ആരാ? ഇയാൾക്ക് എന്താ അറിവാ ഉള്ളത്? ഞാൻ പറഞ്ഞു, ചേട്ടാ കാലൊന്നും മുറിക്കണ്ട ചേട്ടാ. പക്ഷേ കാല് മുറിച്ചില്ലെങ്കിൽ അടുത്തൊരു 10 ദിവസത്തിനകം ചേട്ടനെ ഞങ്ങൾ കുളിപ്പിച്ച് മനോഹരമായ ഒരു പെട്ടിയിൽ കിടത്തി പൂക്കളൊക്കെ വെച്ചങ്ങ് പറഞ്ഞു വിടേണ്ട അവസ്ഥയുണ്ടാകും. അദ്ദേഹം എന്നെ ദയനീയമായിട്ട് നോക്കി. എന്നിട്ട് അടുത്ത കാര്യം കൂടെ ഞാൻ പറഞ്ഞു, എന്നാൽ കാല് മുറിച്ചു കളഞ്ഞാൽ, കാല് മുഴുവനും മുറിക്കണ്ട, മുട്ടിന് താഴെ വെച്ചാ മുറിക്കുന്നത്. എന്നാൽ കാല് മുറിച്ചു കളഞ്ഞാൽ ഇനി കുറെ കാലം കൂടി ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റും. നിങ്ങളുടെ കാല് മുറിച്ചെന്ന് പറഞ്ഞ് നിങ്ങളുടെ ഭാര്യ നിങ്ങളെ ഉപേക്ഷിക്കില്ല. മക്കൾ നിങ്ങളെ ഞങ്ങളുടെ അപ്പനല്ല എന്ന് പറയത്തില്ല. സഹോദരങ്ങളല്ല എന്ന് പറയില്ല. ജീവനുള്ളിടത്തോളം കാലം മനുഷ്യനെന്നും സഹോദരനെന്നും ഭാര്യയെന്നും ഭർത്താവെന്നും ഒക്കെ വിളിക്കാൻ പറ്റും. പക്ഷെ ജീവനില്ലെങ്കിൽ വിളിക്കുന്നത് ശവമെന്നാ. അതുകൊണ്ട് ചേട്ടൻ കാലൊന്നും മുറിക്കണ്ട ചേട്ടാ. 10 ദിവസം കഴിയുമ്പോൾ ചേട്ടനെ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി വൃത്തിയാക്കി ഒരുക്കി അങ്ങ് പറഞ്ഞു വിടും. അതിനുശേഷം ഇങ്ങനെ പറഞ്ഞു, കാല് മുറിച്ചാൽ കുറെ കാലം കൂടി ജീവിക്കാൻ പറ്റും. എന്നിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ചേട്ടാ കാലുണ്ടായിരിക്കുക എന്നുള്ളതല്ല ജീവിതത്തിലെ വലിയ കാര്യം, ജീവൻ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അദ്ദേഹം ദയനീയമായിട്ട് എൻ്റെ മുഖത്ത് ഇങ്ങനെ നോക്കി. കുറച്ചു നേരം ഞാൻ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന കൂട്ടത്തിൽ അദ്ദേഹം എന്നോട് ചോദിച്ചു, നിനക്ക് എന്താ പറ്റിയേ? അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനൊരു അപകടത്തിൽപ്പെട്ടതാണ്. എന്നിട്ട് നിനക്ക് എന്നെ പറ്റി? ഞാൻ പറഞ്ഞു, എന്റെ നെഞ്ചുപോലെ തളർന്നുപോയി. നെഞ്ചുപോലെ തളർന്നുപോയോ? ഞാൻ പറഞ്ഞു, എന്റെ കാല് 2 കാണിച്ചിട്ട് പറഞ്ഞു, ഈ കാല് 2 ഇന്ന് കാണാനേ പറ്റത്തുള്ളൂ. ഈ കാല് 2 ഇന്ന് കാണാനേ പറ്റത്തുള്ളൂ. ഈ കാലെനിക്ക് നടക്കാനോ അല്ലെങ്കിൽ ഉപയോഗിക്കാനോ പറ്റത്തില്ല. അത്തരത്തിൽ എന്റെ നെഞ്ചുപോലെ താഴോട്ടുള്ള എല്ലാ കണക്ഷനും പോയിരിക്കുക. അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിലും നിന്റെ മുഖത്തോട്ട് നോക്കിയാൽ ഒരു പ്രകാശവും പ്രത്യാശയും ഒക്കെ ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു, അത് ദൈവം തന്നതാ, ദൈവമേ തരത്തുള്ളൂ, ദൈവത്തിൽ ആശ്രയിക്കുക. കുറെ നേരം ഞാൻ അവിടെ ഇരുന്ന് സംസാരിച്ചു. അവിടെ നിന്ന് ഞാനൊരു പാട്ട് പാടി, പറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമേ എന്ന് പാടി. ആ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ മനുഷ്യൻ വലിയ വായിലെ കരയുക, 2 കണ്ണും നിറഞ്ഞൊഴുകുക. ഏതായാലും കുറെ സമയങ്ങൾക്ക് ശേഷം ഞാൻ അവിടെ നിന്ന് പിരിയുമ്പോൾ ആ മനുഷ്യൻ വളരെ സങ്കടത്തോടെ ഇങ്ങനെ പറഞ്ഞു, എന്നാൽ എൻ്റെ കാല് മുറിച്ചോട്ടെ, എൻ്റെ കാല് മുറിച്ചോട്ടെ. അദ്ദേഹം സമ്മതിച്ചു. അപ്പൊ ഞാൻ ആ ആന്റിയെ വിളിച്ചിട്ട് പറഞ്ഞു, ആന്റി, അപ്പച്ചൻ പറഞ്ഞു കാല് മുറിച്ചോളാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ന് സമ്മതപത്രം എഴുതി കൊടുത്ത് പിറ്റേ ദിവസം ഈ കാല് മുറിക്കാനായി കൊണ്ടുപോവുകയാണ്. രാവിലത്തെ റൗണ്ട്സ് എല്ലാം കഴിഞ്ഞു. ചേട്ടനെ കൊണ്ടുപോകാൻ ഒരുങ്ങുന്നു. ഞാൻ വീൽ ചെയറിൽ കയറി ഈ ചേട്ടന്റെ കട്ടിലിന്റെ അരികിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് കൊണ്ടുവന്ന ഡ്രസ്സ് മാറുകയാണ് അദ്ദേഹം. താൻ ഉടുത്തിരുന്ന കൈലി മാറ്റി
തിയേറ്ററിലെ ഡ്രസ്സ് ഇടുമ്പോൾ ഞാൻ ഇങ്ങനെ കാണുന്നു, 2 കാലിൽ എഴുന്നേറ്റ് നിന്ന്, കിടക്കക്കരികിൽ എഴുന്നേറ്റ് നിന്ന് തന്റെ ഡ്രസ്സ് മാറുന്നു. പെട്ടെന്ന് എൻ്റെ മനസ്സിലൊരു വല്ലാത്ത സങ്കടം ഉണ്ടായി. ദൈവമേ, ഈ മനുഷ്യൻ അവസാനമായി 2 കാലിൽ എഴുന്നേറ്റ് നിൽക്കുന്നതാണല്ലോ. ഇനി ഈ മനുഷ്യനോ തിയേറ്ററിൽ പോയി ചോന്നാൽ ഒരു കാലല്ല നടക്കാൻ ഒരു കാലല്ല ഉണ്ടാകത്തുള്ളൂ. ഭയങ്കര വിഷമം തോന്നി. എനിക്ക് പെട്ടെന്ന് എൻ്റെ ചങ്കിലൊരു വിഷമം വന്നു, കണ്ണെന്നറിയാൻ തുടങ്ങി. അപ്പം ആ മനുഷ്യന്റെ മുന്നിൽ ഇരുന്ന് അങ്ങനെ സങ്കടപ്പെടാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ വളരെ ബോൾഡായിട്ട് അവിടെ അദ്ദേഹത്തിന്റെ മുന്നിൽ ഇരുന്നു. എന്നിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞു, ചേട്ടാ, ഞാൻ ഇവിടുത്തെ ലിഫ്റ്റിന്റെ അടുത്ത് കാണും, ലിഫ്റ്റിന്റെ അടുത്തേക്ക് പോരെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ യാത്രയാക്കി. അതിനുശേഷം അദ്ദേഹത്തിന്റെ കാല് മുറിച്ചു. കുറെ ദിവസം കൊണ്ട് അവിടെ വന്ന് കിടന്നു. അതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം സൗഖ്യപ്പെട്ട് വീട്ടിലേക്ക് പോയി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ തകർന്നടിഞ്ഞൊരു ജീവിതം, തളർന്നു പോയി, ലോകത്താർക്കും ഒരു പരിഹാരം നിർദ്ദേശിച്ചു കൊടുക്കാൻ വഴിയില്ലാത്ത ഒരു സാഹചര്യം, എന്താ പറയേണ്ടതെന്ന് ഒരു പിടിയുമില്ല. എങ്കിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൃത്യമായിട്ട് അദ്ദേഹം കടന്നു പോകുന്ന സാഹചര്യങ്ങളെ എനിക്ക് ഉൾക്കൊള്ളുവാനും ആ സാഹചര്യങ്ങളില് ആ കാല് മുറിക്കാൻ തക്ക തരത്തിൽ അദ്ദേഹത്തിന്റെ മാനസികമായി ഒരുക്കാൻ എനിക്ക് സാധിച്ചു. സഹോദരങ്ങളെ, അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാ, ഇത്രയും കുഴപ്പമുള്ള നിനക്ക് ഇത്രയും പ്രത്യാശയോടെ. ഞാൻ പറഞ്ഞു, ഇതാണ് ദൈവത്തിന്റെ പ്രത്യേകത. ദൈവത്തിൽ ആശ്രയിച്ചാൽ കിട്ടുന്ന, ലോകത്തിൽ നാം ആശ്രയിക്കുമ്പോഴെല്ലാം നഷ്ടങ്ങൾ കണ്ട് ഭയപ്പെടുന്ന ഭീരുവിനെ പോലെയാകുന്ന വ്യക്തി ദൈവത്തിന്റെ കൃപയിലേക്ക്, കർത്താവിന്റെ സഹനത്തിലെ പങ്കുപറ്റലാണ് നമ്മുടെ സഹനമെന്ന തിരിച്ചറിവിലേക്ക് വരുമ്പോൾ ഉറപ്പായിട്ടും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ദൈവത്തിന്റെ കൃപ ലഭിക്കും. അതിലേറെ ദൈവിക ശക്തി ലഭിക്കും. ഈ ലോകത്തിന്റെ ഏത് സഹനത്തെയും ചവിട്ടിക്കയറുവാനുള്ള ബലവും കൃപയും അനുഗ്രഹവും അഭിഷേകവും കിട്ടും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ സഹനം ദൈവം എനിക്ക് തന്നത് ഇതൊരു ശിക്ഷയായിട്ടാണെന്ന് ഒരിക്കലും ഞാൻ വിചാരിക്കുന്നില്ല. കാരണം എൻ്റെ ആത്മാവിന്റെ നിത്യരക്ഷ ഏതു വഴിയിൽ സാധ്യമാകുമെന്ന് അറിയാമെന്ന ദൈവം മാത്രമാണ്. അതുകൊണ്ട് ആ ദൈവം അതിനൊരു വഴിയൊരുക്കി എന്നെ ഇത്തരം സഹനങ്ങളിലാക്കി. ഇങ്ങനെ സഹിക്കുന്ന, അല്ലെങ്കിൽ കുറെ രോഗങ്ങളിലും വിഷമങ്ങളിലും എന്നെ അറിയുന്നവർക്കൊക്കെ മുമ്പിൽ ചെല്ലാൻ, അവരെ ബലപ്പെടുത്താനൊക്കെ എൻ്റെ ഈ അവസ്ഥ എനിക്ക് വലിയ സാധ്യതയായി, അനുഗ്രഹമായി ദൈവം നൽകിയിരിക്കുക. ഇതൊരു തകർച്ചയല്ല, ഭൂമിയിലെ ജീവിതത്തിന്റെ പൂർണ്ണതയിൽ സ്വർഗം കിട്ടാനുള്ള വഴി എൻ്റെ ദൈവം ഒരുക്കിയിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിലും, എന്നെ കേൾക്കുന്ന നിങ്ങളെ ഓരോരുത്തരുടെയും ജീവിതത്തിലും സഹനമില്ലാത്ത ഒരു മനുഷ്യനുമില്ല പ്രിയപ്പെട്ടവരെ. അത് വിശ്വാസിക്കും അവിശ്വാസിക്കും ഒരുപോലെയാ. ഈ സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ക്രിസ്ത്യാനിക്ക് അവന്റെ കർത്താവിന്റെ സഹനത്തിൽ പങ്കുപറ്റുന്ന സഹനങ്ങളാണെന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകുമ്പോൾ പ്രത്യാശയോടെ ജീവിക്കാൻ പറ്റും. ഒരു കാര്യം കൂടെ മനസ്സിലാക്കിക്കൊള്ളുക, ഭൂമിയിൽ കുഴിമാടം കൊണ്ട് അവസാനിക്കാത്ത ഒരു കഷ്ടതയും മനുഷ്യ ജീവിതത്തിൽ ഇല്ല. എന്നാൽ ആ കുഴിമാടത്തിനപ്പുറത്ത് നിത്യത, സ്വർഗം കണ്ടുകൊണ്ട് ജീവിക്കാനുള്ള വിളിയാണ് നമ്മുടെ സഹന ജീവിതം. അതുകൊണ്ട് നമുക്ക് കർത്താവിനോട് ചേർന്ന് സഹിക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന്, അമ്മയ്ക്ക് എന്തുമാത്രം സഹനമാ, ആദിമ നൂറ്റാണ്ടിലെ രക്തസാക്ഷികൾക്ക് എന്തുമാത്രം സഹനങ്ങളാ. പൗലോസ് പറയുന്നുണ്ട്, അവന്നിൽ കുറയാതെ 40 അടി കൊണ്ടു, കപ്പലപകടത്തിൽപ്പെട്ടു, കള്ളന്മാരുടെ കൈപ്പെട്ടു. ഇങ്ങനെയെല്ലാം ആണെങ്കിലും ഞാൻ എൻ്റെ കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് ആർക്കും എന്നെ വേർപെടുത്താൻ കഴിയില്ല എന്ന് ലോകത്തെ വെല്ലുവിളിച്ച വിശ്വാസ വീരനായ പൗലോസ് നമ്മുടെ മുൻപിൽ നിൽക്കുന്നു. നമുക്ക് നമ്മുടെ ജീവിതത്തെ പോലെ ദൈവം നമുക്കെടുക്കാൻ പറ്റാത്തൊന്നും തരത്തിലെന്നേ. അതുകൊണ്ട് ഈശോയോട് ചേർന്ന് സഹിച്ച്, ക്ഷമിച്ച്, സ്നേഹിച്ച്, ചേർത്ത് പിടിച്ച്, ബലപ്പെടുത്തി വിശുദ്ധരായി തീരാൻ നമുക്ക് ആഗ്രഹിക്കാം. സഹനമില്ലാതെ വിശുദ്ധിയില്ല, വിശുദ്ധിയില്ലാതെ സ്വർഗമില്ല. ഒന്നുകൂടെ പറയട്ടെ, സഹനമില്ലാതെ വിശുദ്ധിയില്ല, വിശുദ്ധിയില്ലാതെ സ്വർഗമില്ല. അതുകൊണ്ട് സ്വർഗം നോക്കി ജീവിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെയും നിങ്ങളെയും സഹായിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.